2023 മലയാളത്തിൽ നിന്ന് മാത്രം റിലീസായത് 225 സിനിമകൾ. പക്ഷേ മുടക്കുമുതൽ തിരിച്ചു കിട്ടിയത് 13 സിനിമകൾക്ക് മാത്രമാണ്. കണക്കെടുത്താൽ സൂപ്പർ ഹിറ്റുകളുടെ പട്ടികയിൽ 2018 കണ്ണൂർ സ്ക്വാഡും RDXും രോമാഞ്ചവും മാത്രം. ഞങ്ങൾ തിരഞ്ഞെടുത്ത ഈ വർഷത്തെ 10 സിനിമകൾ. അതിൽ ബിസിനസ് അല്ല, ആസ്വാദനം മാത്രമാണ് മാനദണ്ഡം. മധുരമനോഹര മോഹം. മധുരമനോഹര മോഹം പറഞ്ഞത് പ്രണയമാണ്. പ്രണയം തൊഴിലാക്കിയ എത്രയെത്ര കഥാപാത്രങ്ങളെ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അത് സ്ക്രീനിൽ കണ്ടപ്പോൾ കൗതുകം തോന്നി. ഇന്നും മാറാത്ത ചില സാമൂഹ്യ അന്തരീക്ഷത്തെയും ജാതി ബോധത്തെയും എല്ലാം നർമ്മത്തോടെ അവതരിപ്പിച്ചു സ്റ്റെഫി സേവ്യർ തന്റെ ആദ്യ ചിത്രത്തിലൂടെ. പാച്ചുവും അത്ഭുത വിളക്കും. നമ്മളെ ഹാപ്പിയാക്കി വെക്കുന്ന എന്തോ ഒരു ടെക്നിക്ക് പാച്ചുവിനുണ്ട്. സിനിമയിലെ ഒരു കഥാപാത്രം ഫഹദിന്റെ കഥാപാത്രത്തെക്കുറിച്ച് പറയുന്നതാണ്. അത് തന്നെയാണ് ആ സിനിമയും നിറവേറ്റുന്നത്. സിനിമയിലുടനീളം നർമ്മം ചാലിച്ച് ലളിതമായൊരു കഥ ബഹളങ്ങളൊന്നുമില്ലാതെ പറഞ്ഞുപോയി അഖിൽ സത്യൻ ആദ്യമായി സംവിധാനം ചെയ്ത പാച്ചുവും അത്ഭുത വിളക്കും. പ്രണയവിലാസം. ഒരുപക്ഷെ സിനിമയിൽ ഏറ്റവും ആവർത്തിക്കപ്പെട്ടിട്ടുള്ളത് പ്രണയം എന്ന പ്രമേയമാണ്. പ്രണയവിലാസവും അടിമുടി പ്രണയമാണ്. അച്ഛൻ്റെയും അമ്മയുടെയും മകൻ്റെയും പ്രണയം. പ്രണയത്തെ പല കാലഘട്ടങ്ങളിലൂടെ വരച്ചു കാട്ടുന്ന സിനിമയിൽ പഴയകാല പുതിയകാല പ്രണയവും പ്രണയ നഷ്ടവും എല്ലാം ഉണ്ട്. അതിലുപരി പ്രണയയാത്രയിലൂടെ ഒരു വ്യക്തിക്ക് സംഭവിക്കുന്ന പരിവർത്തനവും മനോഹരമായി കാണിച്ചു തരുന്നു നിഖിൽ മുരളി എന്ന സംവിധായകൻ തന്റെ ആദ്യ സിനിമയിലൂടെ. 2018 ഇത് ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. കേരളം അനുഭവിച്ച മഹാപ്രളയത്തിന്റെ ഓർമ്മപ്പെടുത്തൽ. പ്രളയം കേരളത്തിന് തന്നിട്ട് പോയ മുറിവുകൾ, ഒറ്റക്കെട്ടായി നിന്നുള്ള നമ്മുടെ അതിജീവനം, അതെല്ലാം വീണ്ടും ഓർമ്മിപ്പിച്ചു 2018. തിരക്കഥ പൂർണ്ണമായും തൃപ്തി തന്നില്ലെങ്കിലും മേക്കിംഗ് കൊണ്ട് മികച്ചു നിന്നു ജൂഡ് ആന്റണിയുടെ ഈ സിനിമ. പുലിമുരുകൻ തീർത്ത കോടികളുടെ റെക്കോർഡ് ഭേദിച്ചു 2018. കണ്ണൂർ സ്ക്വാഡ്. കൊലയാളികളെ കണ്ടെത്താൻ തുനിഞ്ഞിറങ്ങിയ കണ്ണൂർ സ്ക്വാഡ്. സ്ക്വാഡിലെ അംഗങ്ങളുടെ ആത്മബന്ധം, വ്യക്തിപരമായും ജോലി സംബന്ധമായും അവരനുഭവിക്കുന്ന വെല്ലുവിളികൾ, ഇവയെല്ലാം ഇഴചേർത്ത് റിയലിസം ഒട്ടും ചോരാതെയുള്ള ഒരു സിനിമാറ്റിക് ജേർണിയായിരുന്നു കാതൽ. സ്വവർഗ ലൈംഗികത എന്നതൊരു ക്രൈമല്ല, അത് തീർത്തും സാധാരണമാണെന്നും ആ സ്വത്വം ഉൾക്കൊണ്ട് ആഗ്രഹിച്ചതുപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നേടുക എന്നത് പ്രധാനമാണെന്നും ജിയോ ബേബി കാതലിലൂടെ പറയുന്നു. കുടുംബം എന്ന കെട്ടുപാട് ശ്വാസം മുട്ടിച്ചാൽ ഇറങ്ങി വരാൻ മടിക്കരുതെന്ന് പറയുന്നു. ശാരീരികവും മാനസികവുമായ ആവശ്യങ്ങളും സന്തോഷങ്ങളും നിഷേധിക്കപ്പെട്ടാൽ ഏതു പ്രായത്തിലായാലും ഏതു ബന്ധത്തിലായാലും അങ്ങിറങ്ങി പോന്നേക്കണം. നമ്മുടെ ആകാശത്ത് ഇനിയും മഴവില്ലുകൾ തെളിയും. രാത്രികളിൽ നിലാവുദിക്കും. കണ്ണു തുറന്ന് കാണുകയേ വേണ്ടു. ഫാലിമി. തിരുവനന്തപുരത്ത് നിന്നൊരു തല തിരിഞ്ഞ കുടുംബം വാരാണസിയിലേക്ക് നടത്തുന്ന യാത്ര. ആ യാത്രയിൽ ഉണ്ടാകുന്ന പലതരം സംഭവങ്ങൾ വളരെ രസകരമായും അതേസമയം ഹൃദയസ്പർശിയായും പറഞ്ഞു പോകുന്നു നിതീഷ് സഹദേവന്റെ ഫാലിമി. ജഗദീഷ് എന്ന നടന്റെ എക്കാലത്തെയും മികച്ച പ്രകടനം. അമ്മമാർ നിറഞ്ഞാടിയ മലയാള സിനിമയിൽ മഞ്ജു പിള്ളയുടെ ഫാലിമിയിലെ അമ്മവേഷം വേറിട്ട് തന്നെ നിൽക്കും. വാർദ്ധക്യ ലോകത്തിലെ ഒറ്റപ്പെടലും സ്നേഹനിഷേധവും സങ്കടങ്ങളും കാട്ടിത്തന്ന 3 അപ്പൂപ്പന്മാർ ഇന്നും മായാതെ മനസ്സിലുണ്ട്. പ്രധാനമായും കാശിയിൽ കുടുംബം ഉപേക്ഷിച്ച ആ അപ്പൂപ്പൻ, ഒറ്റ സീനിൽ വന്ന് നെഞ്ചു തകർത്തു പോയ മനുഷ്യൻ. നിതീഷ് സഹദേവൻ എന്തുകൊണ്ടും കയ്യടി അർഹിക്കുന്നു. അടുത്ത സിനിമ അതൊരു സംഭവമാണ്. പുതുമുഖ സംവിധായകൻ. സൗബിൻ ഷാഹിർ ഒഴിച്ചാൽ മറ്റെല്ലാവരും പുതുമുഖങ്ങൾ. പല നിർമ്മാതാക്കളും തള്ളിക്കളഞ്ഞ സിനിമ. അത് തിയേറ്ററിലെത്തി 2023 ആദ്യ ഹിറ്റായി രോമാഞ്ചം. ഒരു കൂട്ടം ചെറുപ്പക്കാർ ബോറടി മാറ്റാൻ ഓജോ ബോർഡ് കളിക്കുകയാണ്. പിന്നെ നടക്കുന്നതോ ചിരിയുടെ പൊടിപൂരം. ജിത്തു മാധവന്റെ കോമഡി ഹൊറർ ത്രില്ലർ. ഈ സിനിമ വർക്കായില്ല എന്ന് സിനിമയിലെ തലതൊട്ടപ്പന്മാർ പലരും പറഞ്ഞു. പക്ഷേ രോമാഞ്ചത്തിന്റെ ടാർഗറ്റ് ഓഡിയൻസ് ആരോ അവരുടെ കുറിക്ക് കൊണ്ടു സിനിമ. സ്കോറിൽ സുഷിൻ തരംഗം തീർത്തു. രോമാഞ്ചം കഴിഞ്ഞ ഉടനെ സംവിധായകന് അടുത്ത പടത്തിന് ഡേറ്റ് കൊടുത്തു ഫഹദ് ഫാസിൽ. ജിത്തു ഫഹദ് ടീമിന്റെ അടുത്ത സിനിമ ആവേശത്തിനായി കാത്തിരിക്കുകയാണ്. നൻപകൽ നേരത്ത് മയക്കം. വേളാങ്കണ്ണിയിൽ നിന്ന് പുറപ്പെടുന്ന നാടകക്കാരുടെ ബസ് പാതി എത്തുമ്പോൾ നമ്മൾ ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് മാത്രം സാധ്യമാകുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിലേക്ക് വീണുപോകുന്നു. വെയിൽ ഉച്ചിയിൽ നിൽക്കുന്ന ചില പകലുകളിൽ തളർന്നു മയങ്ങി പോകുമ്പോൾ നമ്മൾ കാണുന്ന ചില സ്വപ്നങ്ങളുണ്ട്. ജീവിതമാണോ സ്വപ്നമാണോ എന്ന് തിരിച്ചറിയാത്തത്. അങ്ങനെ ഒരു സ്വപ്നമായിരുന്നു നൻപകൽ നേരത്ത് മയക്കം. സിനിമ കണ്ടിട്ട് 1 വർഷമാകുന്നുവെങ്കിലും ഇന്നും ആ സ്വപ്നത്തിന്റെ ആലസ്യം വിട്ടുപോയിട്ടില്ല. RDX. ഒരു ഹൈപ്പുമില്ലാതെ മിണ്ടാതെ വന്ന് പിള്ളേരെ തൂത്തുവാരിക്കൊണ്ടുപോയ ഓണക്കാലമായിരുന്നു 2023. RDX
ഒരു ടെംപ്ലേറ്റ് ആക്ഷൻ സിനിമ തന്നെയായിരുന്നു എങ്കിലും നഹാസ് ഹിദായത്തിന്റെ RDX ഒരു വമ്പൻ കാഴ്ചാവിരുന്നായിരുന്നു. തല്ലുണ്ട്, പ്രണയമുണ്ട്, ഇമോഷനുണ്ട്, എല്ലാം കൂടി ചേർന്നപ്പോൾ ഒരു മെഗാ ഹിറ്റ് പിറന്നു. 2023 കംപ്ലീറ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ്. ഈ പറഞ്ഞ 10 സിനിമകളിൽ 7 പുതുമുഖ സംവിധായകരുടേതാണ്. രണ്ടാമത്തെ സിനിമയിൽ അത്ഭുതം തീർക്കാൻ അവർക്ക് കഴിയട്ടെ. മറ്റൊന്ന് 2023 ഇറങ്ങിയ മികച്ച 10ൽ 3 സിനിമകളും മമ്മൂട്ടി കമ്പനി നിർമ്മിച്ചവയും. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 10 സിനിമകൾ ഏതാണ്? അത് കമന്റ് ചെയ്യൂ.